ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ് അല്ലേ. ഡിബഞ്ചർ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് എന്താ, അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റിഡംഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചും കൂടെ ചിന്തിക്കണം അല്ലേ. ആ എഗ്രിമെൻറ്റിനകത്ത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് റിഡംഷൻ നടത്തുന്നതെന്നും പറഞ്ഞ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ, റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ലോസ് ആണ്. അങ്ങനെ ഒരു ലോസ് വരികയാണെങ്കിൽ, എപ്പോഴായിരുന്നു അങ്ങനെ ഒരു ലോസ് വരികയാണെങ്കിൽ ആ ലോസിൻ്റെ ട്രാൻസാക്ഷൻസും കൂടെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേർണലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിബഞ്ചറിനെ കുറിച്ച് സംസാരിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ, ഡിബഞ്ചറിൻ്റെ റിഡംഷനെ കുറിച്ചാണ്. എന്താണ് റിഡംഷൻ? ഇപ്പം എൻ്റെ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡറാണ് നിങ്ങൾ. നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ദാറ്റ് മീൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ 5 ലക്ഷം രൂപ വാങ്ങിക്കുന്നു. ആ ഡിബഞ്ചറിൻ്റെ എഗ്രിമെൻറ്റിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നു, എല്ലാ വർഷവും 10% വെച്ച് നിങ്ങൾക്ക് എന്ത് തരാം, ഇൻട്രസ്റ്റ് തരാം. ആഫ്റ്റർ 3 years, 3 വർഷം കഴിഞ്ഞാൽ ഈ ഡിബഞ്ചറിനെ ഞാൻ റിഡംഷൻ ചെയ്യാൻ പോവാം. അതായത് നിങ്ങളിൽ നിന്ന് ഞാൻ ഡിബഞ്ചറിനെ തിരിച്ചു വാങ്ങിക്കാൻ പോവാം. നിങ്ങൾക്ക് പൈസ തരണ്ടേ, നിങ്ങളെനിക്ക് കടത്തിനല്ലേ തന്നെ, ആണോ? ഇക്വിറ്റി ഓഫ് പ്രിഫറൻസിനെ പോലെ ഞാൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ അല്ല തന്നെ, നിങ്ങൾക്ക് ഞാനൊരു ഡിബഞ്ചർ എഗ്രിമെൻറ്റ് മാത്രമാണ് തന്നെ, ആണല്ലോ. സോ ആഫ്റ്റർ 3 years, ദാറ്റ് മീൻസ് ആ ഡിബഞ്ചറിൻ്റെ ടൈം കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നേ പറ്റൂ, നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച പൈസ ഞാൻ തിരിച്ച് തന്നേ പറ്റൂ, വേണ്ടേ? സോ അതിനെക്കുറിച്ച് അത് എങ്ങനെയൊക്കെ ചെയ്യാം, അതൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. നോക്കി, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് മീനിങ് the redemption of debenture is the process of discharging the liability on account of debentures in accordance with the terms of redemption stated in the debenture trust deed. That means ആ ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ ഞാൻ എൻ്റെ ലൈബിലിറ്റി ഇല്ലാതെയാക്കണം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തിരിച്ചു തരണം. ഡിസ്ചാർജിങ് ഓഫ് ഡിബഞ്ചർ ലൈബിലിറ്റി ഈസ് യൂഷ്വലി ബൈ പേയിങ് ക്യാഷ് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. സാധാരണ രീതിയിൽ അതെങ്ങനെയാണ്, നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച ക്യാഷ് ഞാൻ തിരിച്ചു തരും. But this can be take other forms such as conversion or rollover. Conversion or rollover, അതായത് ക്യാഷ് ആയിട്ട് തന്നെ തരണമെന്നില്ല. വേറെ 2 പ്രോസസ്സും കൂടെ പറയുന്നത് എന്താണെന്നറിയാമോ, ഒന്നില്ലെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ റോൾ ഓവർ ചെയ്യാം. ആ രണ്ടും എന്താണെന്ന് നമുക്ക് പറയാം. കൺവേർഷൻ മീൻസ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ്, ആണോ? അതെനിക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. എന്തായിട്ട്? കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസോ ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഡിബഞ്ചർ എന്ന് പറയുന്ന സാധനമില്ല, പകരം ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസോ കയറി വന്നു. മനസ്സിലായോ? പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ആ 5 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ 3 വർഷത്തെ എഗ്രിമെൻറ്റ്. സോ 3 വർഷം നിങ്ങൾക്ക് 10% വെച്ച് ഞാൻ ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കേണ്ടത്. ആഫ്റ്റർ 3 years നിങ്ങളുടെ കൈവശമുള്ള ഡിബഞ്ചേഴ്സിനെ എനിക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ഇക്വിറ്റി ആയിട്ടോ പ്രിഫറൻസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാം. ഇറ്റ്സ് കോൾഡ് കൺവേർഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് റോൾ ഓവർ. റോൾ ഓവർ മീൻസ് 3 വർഷം കഴിയുമ്പം ഡിബഞ്ചറിനെ തന്നെ പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ക്യാൻസൽ ചെയ്യാം. മനസ്സിലായല്ലോ? അതായത് ഇപ്പം നിങ്ങൾക്ക് 10% ഡിബഞ്ചേഴ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആഫ്റ്റർ 3 years ഞാൻ 10% ഡിബഞ്ചേഴ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് 12% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഇറ്റ്സ് കോൾഡ് റോൾ ഓവർ. സോ ഒരു ഡിബഞ്ചറിനെ ഇക്വിറ്റി ആയിട്ടോ പ്രിഫറൻസോ ആയിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയണേ, കൺവേർഷൻ എന്ന് പറയണേ. ഒരു ഡിബഞ്ചറിനെ വേറൊരു ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റോൾ ഓവർ എന്ന് പറയണേ. സോ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 3 രീതിയിലാണ് ചെയ്യണേ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരാം, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കൺവേർഷൻ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന റോൾ ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാം. റോൾ ഓവർ റെഫേഴ്സ് ടു ദ ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഓൾഡ് വൺസ്. മനസ്സിലായല്ലോ? ബോത്ത് ദ കൺവേർഷൻ ആൻഡ് റോൾ ഓവർ ആർ സബ്ജക്ട് ടു ദ ഡീറ്റെയിൽ സെബി ഗൈഡ് ലൈൻസ്. സോ ഈ പറയുന്നത് പോലെ കൺവേർഷനോ റോൾ ഓവറൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്തിയായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള നിയമമുണ്ട്. മനസ്സിലായോ? സെബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഈ പറയുന്ന പോലെ കൺവേർഷനോ റോൾ ഓവറോ ചെയ്യാൻ പറ്റുള്ളൂ. കൺവേർഷൻ റോൾ ഓവർ മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന എല്ലാത്തിനകത്തും നിയമമുണ്ട്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന്, ഡിബഞ്ചർ ഈ പറയുന്ന പോലെ റിഡംഷൻ നടത്തുന്നതിന്, എല്ലാത്തിനകത്തും നമ്മൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, DRR, റൂൾ 18 സബ് റൂൾ 7. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്താണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു റിഡംഷൻ നടത്താൻ പോവാം, 3 വർഷം കഴിഞ്ഞിട്ട് ഒരു റിഡംഷൻ നടത്താൻ പോവാം. സോ ഇവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ, നിങ്ങൾ അങ്ങനെ റിഡംഷൻ നടത്തുന്ന നേരത്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഏത്? ഇറ്റ്സ് കോൾഡ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. മനസ്സിലായോ? അതായത് ആഫ്റ്റർ 3 years ഞാൻ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ തന്ന് നിങ്ങളുടെ ബാധ്യത ഇല്ലാതെ ആക്കുകയാണെങ്കിൽ അതിന് യാതൊരു വിധ കുഴപ്പമില്ല. പക്ഷേ അറ്റ് ദ ടൈം ആ റിഡംഷൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്ത് എടുത്തു വെക്കണം.
മനസ്സിലായി? അത് നോക്കാം, അത് പോയിന്റ് മനസ്സിലാവും. DRR is the reserve created out of profit for the purpose of redemption of debentures. അതായത് ഇപ്പോൾ ഒരു 3 വർഷത്തെ ഡിബഞ്ചർ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഫസ്റ്റ് ഇയറിൽ പ്രോഫിറ്റ് ഉണ്ടായി. ആ പ്രോഫിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങളെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ, നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം 3 വർഷമാണ്, അല്ലേ? സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഏതിലോട്ട് മാറ്റി വെക്കുന്നു? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കുന്നു. സെക്കൻഡ് ഇയറിന് പ്രോഫിറ്റ് ഉണ്ടാവും. സോ ആ പ്രോഫിറ്റിൽ നിന്നും സർട്ടൻ പെർസെൻറ്റേജ് ഏതിലോട്ട് മാറ്റി വെക്കാം? ഈ പറയുന്ന ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് റിഡംഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഏതിൽ നിന്നും നടത്താം? ഈ പറയുന്ന പോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ നിന്ന് നടത്താം. പ്രോസസ്സ് മനസ്സിലായല്ലോ? 3 വർഷം കഴിഞ്ഞിട്ടാണ് 5 ലക്ഷം രൂപ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിക്കാതിരിക്കുന്നില്ല. ഈ പറയുന്ന 3 വർഷവും നമുക്കുണ്ടാവുന്ന പ്രോഫിറ്റിൽ നിന്ന് സെർട്ടൈൻ പോർഷൻ നമ്മൾ ഏതിലോട്ട് മാറ്റി വെക്കുന്നു? ഈ പറയുന്ന ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കുന്നു. എന്നിട്ട് ആ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്യാം. അടുത്തത്, ആസ് പെർ റൂൾ 18 സബ് റൂൾ 7 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ഈസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ aggregate amount of out of its profit every year to the debenture redemption reserve until the debentures are redeemed. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് റൂൾ 18 സബ് റൂൾ 7 പ്രകാരം ഓരോ വർഷവും ഉണ്ടാവുന്ന പ്രോഫിറ്റിൽ നിന്ന് സെർട്ടൈൻ പെർസെൻറ്റേജ് ഏതിലോട്ട് മാറ്റി വെക്കണം? DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കണം. ഏതുവരെ? ഈ പറയുന്ന പോലെ റിഡംഷൻ ചെയ്യുന്നത് വരെ. പോയിന്റ് നമ്പർ 3, ദിസ് റിസർവ് മസ്റ്റ് ബി ക്രിയേറ്റഡ് ബിഫോർ ദ റിഡംഷൻ സ്റ്റാർട്ട്. റിഡംഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ റിസർവ്, ഇങ്ങനെ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേ പറ്റൂ, നിർബന്ധമാണ്. Debenture redemption reserve account must have a credit balance at least an amount equal to 25% of the value of debentures issued at the time of redemption of debentures. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര മാറ്റി വെക്കണം, എങ്ങനെ മാറ്റി വെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലേ? ഓരോ വർഷവും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് റിഡംഷനിലോട്ട് മാറ്റി വെക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറയുന്നത്, നിങ്ങൾ റിഡംഷൻസ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡിബഞ്ചറിനെ തിരിച്ചു വിളിക്കുക, ഡിബഞ്ചറിൻ്റെ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ 25% എങ്കിലും ഏതിനകത്ത് ഉണ്ടായിരിക്കണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് 3 വർഷം കൊണ്ട് നിങ്ങൾ 5 ലക്ഷം രൂപ തന്നെ മാറ്റി വെക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. പക്ഷേ 3ാമത്തെ വർഷം 5 ലക്ഷം രൂപ കൊടുക്കണം. മനസ്സിലായോ? കാരണം ഡിബഞ്ചർ എഗ്രിമെൻറ്റ് തീരുമ്പോൾ 3ാമത്തെ വർഷം 5 ലക്ഷം രൂപ കൊടുക്കണം. നമ്മളോട് പറയുന്നത്, ഈ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ റിഡംഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ 3 വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾ ഏതിലോട്ട് മാറ്റി വെക്കണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കണം. അത് അറ്റ്ലീസ്റ്റ് എത്രയെങ്കിലും പെർസെൻറ്റേജ് ആയിരിക്കണം? അറ്റ്ലീസ്റ്റ് 25% എങ്കിലും ആയിരിക്കണം. മനസ്സിലായോ? അടുത്ത പോയിന്റ്, ദിസ് റിസർവ് ഈസ് റിക്വയർഡ് ടു ബി ക്രിയേറ്റഡ് ഓൺലി ഇൻ കേസ് ഓഫ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഓക്കെ, സോ 3 ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ആൻഡ് ദ സെക്കൻഡ് വൺ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൾഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇത് 3 എന്താണെന്ന് പറയാം. ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷം കഴിയുമ്പം ആ ഡിബഞ്ചേഴ്സിനെ ഫുള്ളായിട്ട് ഏതിലോട്ട് കൊണ്ടുവരാൻ പറ്റും? ഇക്വിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഞാൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 3 വർഷത്തെ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെന്ന് വിചാരിക്കുക. സോ ആഫ്റ്റർ 3 ഇയേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ള ഡിബഞ്ചേഴ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ഇഷ്യൂ ചെയ്യുന്നു? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. സോ നിങ്ങൾ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ കയ്യിൽ നിന്ന് ലിക്വിഡായിട്ട് വല്ല ക്യാഷ് എക്സ്പെൻസും ഉണ്ടോ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. 3 വർഷം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊരു 5 ലക്ഷം രൂപ വാങ്ങിച്ച് 3 വർഷത്തെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തരണേ. 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്യാഷ് ചോദിക്കുമ്പോൾ ഞാൻ ക്യാഷ് അല്ല തരണേ, പകരം എൻ്റെ കമ്പനിയുടെ ഇക്വിറ്റിയോ പ്രിഫറൻസോ ആണ് തരണേ. സോ എനിക്ക് അവിടെ അഡീഷണൽ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ അഡീഷണൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്തെങ്കിലും ഉണ്ടാവില്ല. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഈ പറയുന്നത് പോലെ 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണെന്ന് വിചാരിക്കുക. സോ ആ 3 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർസ് ഞാൻ തരും, ബാക്കി 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും തരും. എപ്പോൾ? ആഫ്റ്റർ 3 ഇയേഴ്സ്. മനസ്സിലായല്ലോ? സോ ഇപ്പോൾ സൈൻ ചെയ്യുന്ന നേരത്തെ നിങ്ങൾ എനിക്ക് 5 ലക്ഷം രൂപ തരണം. ആഫ്റ്റർ 3 ഇയേഴ്സ് ഞാൻ 3 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് നിങ്ങൾക്ക് തരും. 3 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർസ് തരും, 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും തരും. ഇറ്റ്സ് കോൾഡ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അവിടെ ഈ പറയുന്ന പോലെ ഇക്വിറ്റിയോ പ്രിഫറൻസോ ഒരു കാര്യവും നടക്കില്ല, ഒരു സാധനവും നടക്കില്ല. ഞാൻ നിങ്ങൾക്ക് എന്തായിട്ട് തന്നേ പറ്റൂ? ക്യാഷ് ആയിട്ട് തന്നേ പറ്റൂ. ഇനി ഈ പോയിന്റ് ഒന്ന് വായിച്ചേ. ദിസ് റിസർവ് ഈസ് റിക്വയർഡ് ടു ബി ക്രിയേറ്റഡ് ഓൺലി ഇൻ കേസ് ഓഫ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഈ പറയുന്നത് പോലെ ഇക്വിറ്റിയോ പ്രിഫറൻസോ ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് DRR എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ ഏത് പോർഷൻ മാത്രം മതി? നോൺ കൺവേർട്ടബിൾ പോർഷൻസ് മാത്രം മതി. The next one, debenture redemption reserve account appears under the head shareholders fund and subhead reserves and surpluses in the balance sheet. അതായത് ബാലൻസ് ഷീറ്റിനകത്ത് ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ റെഡീം ചെയ്യുന്നത് വരെ അതെവിടെ കാണിക്കാം? റിസർവ്സ് ആൻഡ് സർപ്ലസസിൻ്റെ അടിയിൽ കാണിക്കാം.
After completion of redemption of all debentures, DRR account is closed, transferring to the general reserve. അതായത് റിഡംഷൻ കഴിഞ്ഞാൽ DRRന്റെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ ബാലൻസിനെ ഏതിലോട്ട് മാറ്റാം? നമ്മുടെ ജനറൽ റിസർവിലോട്ട് മാറ്റാം. സോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേ. ഒന്ന്, ഈ പറയുന്ന റിഡംഷൻ നടത്തുന്നവരെ DRRനെ റിസർവ്സ് ആൻഡ് സർപ്ലസസിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം. ഇനി റിഡംഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ DRRന്റെ ബാലൻസിനെ എടുത്തിട്ട് ഏതിലോട്ട് കൊണ്ടുപോകാം? നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തുള്ള ജനറൽ റിസർവിലോട്ട് കൊണ്ടുപോകാം. ആസ് പെർ റൂൾ 18 സബ് റൂൾ 7, ദ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിസർവ് ഈസ് നോട്ട് മാൻഡേറ്ററി. അതായത് ഈ പറയുന്ന 4 കേസുകൾക്ക് ഇത് മാൻഡേറ്ററി അല്ല. ഏത് വേണ്ട? DRR എന്ന് പറയുന്ന സാധനം വേണ്ട. ഏതൊക്കെയാണ്? ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റഡ് ബൈ RBI. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡിബഞ്ചേഴ്സിന് വേണ്ട. അടുത്തത് ഡിബഞ്ചേഴ്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ NBFC രജിസ്റ്റേർഡ് വിത്ത് RBI ഓൺ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്. സോ ചുരുക്കം പറഞ്ഞാൽ NBFC, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇവർക്ക് വേണ്ട. ഇവർക്ക് DRR ക്രിയേറ്റ് ചെയ്യേണ്ട. ആൻഡ് ദ ഫസ്റ്റ് വൺ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ വേണ്ട. കാരണം എന്താ? അവരെ കൺവേർട്ട് ചെയ്തിട്ട് ഇക്വിറ്റിയിലോ പ്രിഫറൻസിലോട്ട് ആക്കാൻ പോവുക. അവരെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന പോലെ ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിബഞ്ചേഴ്സിന് റിഡംഷൻ റിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ദ നെക്സ്റ്റ് വൺ. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. മനസ്സിലായി? രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. 2-3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അതായത് എങ്ങനെയാണ് റിഡംഷൻ നടത്തണേ? മെയിനായിട്ട് വരുന്ന 2 ക്രൈറ്റീരിയ അല്ലെങ്കിൽ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഇങ്ങനെ 2 മെത്തേഡാണ് പറയുന്നത്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു വെച്ച് DRR ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? അങ്ങനെ ക്രിയേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അതായത് റിഡംഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തുക പ്രോഫിറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. പക്ഷേ when aggregate profit are not transferred from profit and loss appropriation account to the debenture redemption reserve account. എന്ത് ചെയ്തിട്ടില്ല? ഈ പറയുന്ന പോലെ ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് DRRലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് സച്ച് റിഡംഷൻ ഈസ് സെഡ് ടു ബി ഔട്ട് ഓഫ് ക്യാപിറ്റൽ. നിങ്ങൾക്ക് 3 വർഷം തന്നിട്ടുണ്ടായിരുന്നു. 3 വർഷം പ്രോഫിറ്റിൽ നിന്ന് ഈ 5 ലക്ഷം രൂപ ഏതിലോട്ട് കൊണ്ടുവരാനും പറഞ്ഞു? DRRലോട്ട് കൊണ്ടുവരാനും പറഞ്ഞു. സോ 3 വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് DRRലോട്ട് എന്ത് കൊണ്ടുവന്നിട്ടില്ല? ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് DRRലോട്ട് P&Lൽ നിന്ന് എടുത്തിട്ട് DRRലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് പറയാം, കുറച്ച് സ്പീഡ് കൂടി പോയെന്നൊരു ഡൗട്ട്. സോ ഒന്നും കൂടെ പറയാം. ദാറ്റ് മീൻസ് 3 വർഷം ഞാൻ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സമയം തന്നിട്ടുണ്ട്. നിങ്ങളാണ് ഡിബഞ്ചർ ഹോൾഡർ. 3 വർഷം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരണം? 5 ലക്ഷം രൂപ തരണം. സോ 3 വർഷം കൊണ്ട് എൻ്റെ പ്രോഫിറ്റിൽ നിന്ന്, 3 വർഷത്തെ P&Lൽ എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ ഈ 5 lakhന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതിലോട്ട് കൊണ്ടുവരണം? DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലാത്ത സാഹചര്യത്തിലും എനിക്ക് റിഡംഷൻ നടത്തിയേ പറ്റൂ, ആണല്ലോ. DRR ഇല്ലാത്തൊരു സാഹചര്യത്തിനകത്തും, അല്ലെങ്കിൽ DRRനകത്ത് ആവശ്യത്തിനകത്ത് പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിനകത്തും എനിക്ക് എന്ത് ചെയ്തേ പറ്റൂ? ഈ പറയുന്നത് പോലെ റിഡംഷൻ നടത്തിയേ പറ്റൂ. ഇതിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയണേ. അവിടെ ഏതുണ്ടാവില്ല? ഈ DRRന് ഒരു പ്രസക്തി ഉണ്ടാവില്ല. നോക്കാം, എക്സാമ്പിളാണേ, നമ്മുടെ മെറ്റീരിയലിനകത്തുള്ള എക്സാമ്പിളാണ്. A company issued 1,15% debentures of 100 each at par, redeemable at a premium of 15%. So നോക്കിയേ എങ്ങനെയാ? 1 lakh ഡിബഞ്ചേഴ്സ് ആണ്, ₹100 each. സോ 1 crore വരും, അല്ലേ? റെഡീമബിൾ, അതായത് ഇഷ്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്, redeemable at a premium of 15%. സോ 15% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യണേ. റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് വരും? ലോസ് വരും, വരില്ലേ? കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ച സാധനം അതാ. റിഡംഷൻ്റെ സമയത്ത് എന്തുണ്ടാവുകയാണെങ്കിൽ, പ്രീമിയം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ലോസ് വരും. ആ ലോസിനെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കണം. ആ എമൗണ്ടിനെ തന്നെ ഏതിലോട്ട് മാറ്റണം? പ്രീമിയം എന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വയ്ക്കും വേണം. അങ്ങനെയല്ലേ പറഞ്ഞേ? After 8 years, the company served a notice of redemption and redeemed all debentures as per the terms of issue. You are required to entries at the time of redemption. നോക്കിയേ, ഇവിടെ DRRലോട്ട് മാറ്റി വെച്ചതായിട്ടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആകെ കൂടെ പറഞ്ഞ എന്താ? ഇവിടെ നോക്കിയേ,
ഫസ്റ്റ് ജേണൽ എൻട്രി ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഈ ലോസ് ഏതാ? പ്രീമിയമാണ്. പ്രീമിയം ഓൺ റിഡംഷനാണ് അല്ലേ? റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായല്ലോ? അതായത് റിഡംഷൻ്റെ സമയത്തുണ്ടാവുന്ന പ്രീമിയമാണ്, റിഡംഷൻ്റെ സമയത്തുണ്ടാവുന്ന പ്രീമിയമാണ്. ആ പ്രീമിയമാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? പ്രീമിയത്തിനാണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ ആ ലോസിനെ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ലോസിനെ നമ്മൾ ഏതിലോട്ട് മാറ്റി വെക്കണം? പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കണം. ഇനി നോക്കേ, ആഫ്റ്റർ 8 years ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? റിഡംഷൻ നടത്താൻ പോവാം. സോ നോക്കേ, നമ്മൾ ചെയ്യേണ്ട എന്നാണെന്നറിയാമോ? ഇതിനെ ക്യാൻസൽ ചെയ്യണം അല്ലേ? ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യണം. സോ ജേണൽ എൻട്രി ഇത് വരും: ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ നടത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നടക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ആ ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കാം. ചെയ്ത് മനസ്സിലായോ? ദാറ്റ് മീൻസ് ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. സോ ചെയ്ത കാര്യം മനസ്സിലായല്ലോ? എന്തൊക്കെയായിരുന്നു? തുടക്കത്തിൽ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കൊടുക്കുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം, വേണ്ടേ? സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഇനി അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഡിബഞ്ചറിനെ മാത്രം ക്ലോസ് ചെയ്താൽ പോരാ, ഈ രണ്ടെണ്ണത്തിനെ ക്ലോസ് ചെയ്യണം. ദാറ്റ് മീൻസ് 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലോട്ട് മാറ്റി വയ്ക്കുന്നു. ഇനി അതിനെ നമ്മൾ എന്തെടുത്ത് കൊടുക്കണം? ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ബാങ്ക് അക്കൗണ്ട് വഴി എടുത്ത് കൊടുക്കണം. ചെയ്ത് മനസ്സിലായല്ലോ? ഇവിടെ നോക്കിയേ, ഇവിടെ പ്രോഫിറ്റ് എടുക്കുന്നില്ല അല്ലേ? ഈ 8 വർഷവും നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നില്ല. ആ പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ ഏത് ക്രിയേറ്റ് ചെയ്യുന്നില്ല? DRR എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മളിവിടെ ചെയ്യുന്നില്ല. സോ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ജേണൽ എൻട്രി എഴുതാം. ഇറ്റ്സ് കോൾഡ് ഡിബഞ്ചർ ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. മനസ്സിലായി? ഓക്കെ, ദ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഓരോ ടേമിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് എമൗണ്ട് ഏതിലോട്ട് എടുത്ത് മാറ്റി വെക്കണം? നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ആ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിഡംഷൻ എന്ന് പറയുന്ന സാധനം ചെയ്യാം. ഇറ്റ്സ് കോൾഡ് ഡിബഞ്ചർ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. നോക്കി, now it is mandatory to set up debenture redemption reserve. Earlier the company could redeem debentures from out of profit without a formal setting up of a debenture redemption reserve. നേരത്തെ അങ്ങനെ ഒരു സാധനം വേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാൻഡേറ്ററി ആണ്. ഡിബഞ്ചർ റിഡംഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് റെഡിയാക്കി വെച്ചേ പറ്റൂ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് റെഡിയാക്കി വെച്ചേ പറ്റൂ. ഇറ്റ് വാസ് ദ ഡയറക്ടേഴ്സ് ഹു യൂസ് ടു ഡിസൈഡ് ടു വെദർ ദ റിഡംഷൻ ഫ്രം എ ക്യാപിറ്റൽ ഓർ പ്രോഫിറ്റ്സ്. Okay, after carrying out of the entire redemption, the amount of credited to the debenture redemption reserve will be transferred to the general reserve account. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് റിഡംഷൻ കഴിഞ്ഞതിന് ശേഷവും DRRനകത്ത് ഡിബഞ്ചർ റിഡംഷൻ റിസർവിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിനെ ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? നമ്മുടെ ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ചെയ്താൽ മനസ്സിലായല്ലോ? അതിനെ നമുക്ക് ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? നമ്മുടെ ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. A company issued 1 lakh debentures of ₹100 each, redeemed at the end of the 10th year, but reserves the right to redeem earlier from the end of 5th year. Okay, the company decided at the end of the 5th year to redeem 20,000 debentures out of its profit it has made. അതായത് 8 വർഷത്തേക്കാണ്, അല്ലെ സോറി 10 വർഷത്തേക്കാണ്. പക്ഷേ 5th ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ പറയുന്ന 1 lakh ഡിബഞ്ചേഴ്സിനകത്ത് നിന്ന് 20,000 ഡിബഞ്ചേഴ്സ് റിഡംഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 1 lakh ഡിബഞ്ചേഴ്സ് ആണ്. സോ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ബാലൻസ് വന്ന സമയത്ത് 5th ഇയർ ആയപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു? 20,000 ഡിബഞ്ചേഴ്സ് റിഡംഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സോ ജേണൽ എൻട്രി ഇത് വരും. നോക്കി, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട്. മനസ്സിലായി? അതായത് ഏതിനെ ക്യാൻസൽ ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്ത് പകരം ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറയുന്ന ഒരു എമൗണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റി. സോ ഡിബഞ്ചറിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇല്ലാതെ ആകുമ്പോൾ ഡെബിറ്റ് ആവും. ദാറ്റ് മീൻസ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട്. ഇനി എന്ത് ചെയ്യണം? അത് കൊടുത്തു തീർക്കണം, വേണ്ടേ? ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അതായത് സാധാരണ രീതിയിൽ ഒറ്റ ജേണൽ എൻട്രി മതി. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ? ഡിബഞ്ചറിന് ഡെബിറ്റ് ബാലൻസ് ആയി. ദാറ്റ് മീൻസ് ഡിബഞ്ചറിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ഡെബിറ്റ് ആയപ്പോൾ അത് ക്യാൻസൽ ആയി. ക്യാഷ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആദ്യം ഡ്യൂ ആയിട്ടുള്ള എൻട്രി എഴുതണം, ഡ്യൂ ആവാനുള്ള എൻട്രി എഴുതണം. അതുകൊണ്ടാണ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് എന്നും ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നും എഴുതി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ
2000 ആണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. സോ അതിന് ഇക്വലാൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതിലോട്ട് മാറ്റി വെക്കണം? നോക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ചെയ്താൽ മനസ്സിലായോ? സോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് റിഡംഷൻ നടത്താം. ഇവിടെ നമുക്ക് ഈ പറയുന്ന 2000 എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടായിരുന്നു? അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. സോ ആ പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് നടത്താം? റിഡംഷൻ നടത്താം, നോ ഇഷ്യൂസ്. പക്ഷേ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതിലോട്ട് കൊണ്ടുവരണമെന്ന് മാത്രം, ഈ പറയുന്ന ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് കൊണ്ടുവരണമെന്ന് മാത്രം. ചെയ്താൽ മനസ്സിലായോ? രണ്ടും രണ്ട് പ്രോസസ്സായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യാഷ് ബാലൻസ് ഉണ്ടായി എന്നല്ല, ആണോ? 5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്, അതിൻ്റെ അർത്ഥം 5 ലക്ഷം രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ടെന്നാണോ? അല്ല. റിഡംഷൻ നടത്താൻ, ഡിബഞ്ചേഴ്സിനെ ഒഴിവാക്കാൻ നമുക്ക് ബാങ്ക് തന്നെ വേണം. പക്ഷേ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഒഴിവാക്കുന്നത്, ആ എമൗണ്ട് P&L നിന്ന് എടുത്തിട്ട് ഏതിലോട്ട് മാറ്റി വെക്കണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കണം. രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോ? സോ ഫസ്റ്റ് ജേണൽ എൻട്രി ഡ്യൂ ആവുന്ന എൻട്രിയാണ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട്. രണ്ടാമത്തെ അത് പേ ചെയ്യുന്ന എൻട്രിയാണ് ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ആൻഡ് ദ തേർഡ് വൺ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ. സോ പ്രോഫിറ്റിൽ നിന്ന് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതിലോട്ട് മാറ്റി വെക്കണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കണം. സോ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ചെയ്തോ മനസ്സിലായോ? സോ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ്? ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആകുമ്പോൾ ഈ ഒരു സാധനം വരില്ല. വരുമോ? ഇല്ല. DRRലോട്ട് മാറ്റി വെക്കുന്ന പരിപാടി ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ വരില്ല. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് കൺവേർഷൻ ഓർ റോൾ ഓവർ. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് കൺവേർഷൻ എന്നും എന്താണ് റോൾ ഓവർ എന്നും പറഞ്ഞായിരുന്നു. എന്താ കൺവേർഷൻ എന്ന് വെച്ചാൽ, ആഫ്റ്റർ എൻഡ് അല്ലേ, ആ ഡിബഞ്ചറിൻ്റെ കാലാവധിക്ക് ശേഷം ആ ഡിബഞ്ചറിനെ പ്രിഫറൻസ് ആയിട്ടോ ഇക്വിറ്റി ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, റോൾ ഓവർ മീൻസ് ആ ഡിബഞ്ചറിനെ വേറെ പുതിയ ഡിബഞ്ചേഴ്സുമായിട്ട് അല്ലേ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോൾ ഓവർ എന്ന് പറയുന്നത്. സോ ഒരു ഡിബഞ്ചറിനെ ഇക്വിറ്റി ആയിട്ടോ പ്രിഫറൻസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കൺവേർഷനും, ഒരു ഡിബഞ്ചറിനെ വേറൊരു ഡിബഞ്ചറുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്നും പറയാം? റോൾ ഓവർ ആയിട്ടും പറയാം. പക്ഷേ in the case of conversion, debentures are converted into equity or preference shares, and in case of rollover, the old debentures are replaced by the issue of new debentures. The new shares may be issued at par or premium. അതായത് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പാറിനകത്തോ പ്രീമിയത്തിനകത്തോ എങ്ങനെ വേണമെങ്കിലും ആവാം, നോ ഇഷ്യൂ. ആ എമൗണ്ട് ഇക്വലൻ്റ് ആവണം എന്ന് മാത്രം. മനസ്സിലായി? നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, on April 1, 2011, PT Limited issued 25 lakhs 12% fully convertible debentures of 100 each at par. The debentures holders were given the call option to convert the debentures into rupees 10 shares at a premium of 40 per share on or after July 1, 2015. അതായത് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 25 lakhs fully convertible debentures of 100 each. മനസ്സിലായോ? ഫുള്ളി കൺവേർട്ടബിൾ ഇക്വിറ്റി ഡിബഞ്ചർ ഓഫ് 100 each. സോ നമുക്ക് ലാക്സിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ 2500 lakhs എന്ന് പറയാം. 2500 ലക്ഷത്തിൻ്റെ ഡിബഞ്ചറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമ്മളോട് പറഞ്ഞ എന്താ? The holders were given the call option to convert the debentures into 10 equity shares at a premium of 40 per share. അതായത് സോ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എത്രയായി? 10 രൂപ നമ്മുടെ ഫേസ് വാല്യൂവും 40 രൂപ പ്രീമിയവും ചേർന്ന് ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ 50 രൂപയായി. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കി, ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് 10 lakhs ഡിബഞ്ചേഴ്സ് എക്സൈസ് ദ ഓപ്ഷൻ. അതായത് എല്ലാ ഡിബഞ്ചേഴ്സും എന്ത് ചെയ്തില്ല? എല്ലാ ഡിബഞ്ചേഴ്സും ഇത് സ്വീകരിച്ചില്ല. ആകെ കൂടെ എത്ര ഡിബഞ്ചേഴ്സ് മാത്രമാണ്? ഈ പറയുന്നത് പോലെ 10 lakh ഡിബഞ്ചേഴ്സ് മാത്രമാണ് സ്വീകരിച്ചത്. ദാറ്റ് മീൻസ് 25 lakh ഡിബഞ്ചേഴ്സിനകത്ത് 10 lakhs മാത്രമാണ് സ്വീകരിച്ചത്. സോ ജേണൽ എൻട്രി എന്ത് വരും നോക്കി? എന്ത് വരും? അതായത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു 12% കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. മനസ്സിലായി? ഇത് കൺവേർഷൻ്റെ ടൈമിലല്ല, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി എന്ത് വരും? നോർമൽ കേസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി. ഇനി അറ്റ് ദ ടൈം ഓഫ് കൺവേർഷൻ ഈ 12% കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനകത്തുള്ള 2500-നകത്ത് 1000 മാത്രം ക്യാൻസൽ ചെയ്യണം. സോ ജേണൽ എൻട്രി 12% കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് 1000 അല്ലേ, ടു ഇക്വിറ്റി ഷെയർസ് എത്ര വരും? 200 വരും. ടു പ്രീമിയം 800 വരും. മനസ്സിലായി? ദാറ്റ് മീൻസ് ആ വാല്യൂ ചെയ്താൽ മതി. എത്രയാണോ വാല്യൂ, ഇപ്പോൾ 1000 ആണ് വാല്യൂ പറഞ്ഞത്, ഡിവൈഡ് ബൈ 50 ഇൻറ്റു 10 ഇൻറ്റു 40 അല്ലേ. 1000 ആണ് വാല്യൂ പറഞ്ഞത്, ഒരു ഷെയറിന് 50 രൂപയാണ്. ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം എത്രയാണെന്ന് വരും. ഇൻറ്റു 40 ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് കിട്ടും?
40 പ്രീമിയത്തിലോട്ടും 10 ഇക്വിറ്റിയിലോട്ടും പോകും. ചെയ്ത കാര്യം മനസ്സിലായോ? സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉള്ള ജേണൽ എൻട്രി നമ്മൾ എഴുതി 2500. ആ 2500-നകത്ത് 1000 മാത്രമാണ് കൺവേർട്ട് ആവണേ ഇക്വിറ്റി ആയിട്ട്. ആ 1000-എണ്ണത്തിനകത്ത് 50 രൂപ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യണേ. ആ 50 രൂപയിൽ 10 രൂപ ഫേസ് വാല്യൂ, 40 രൂപ പ്രീമിയം. ചെയ്താൽ മനസ്സിലായോ? ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ് റിഡംഷൻ എന്ന് നോക്കണം. ഈ വീഡിയോയ്ക്കകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം DRR ആണ്. എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്? സോ 3 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റിൽ നിന്നാണ് റിഡംഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന പോലെ കൺവേർഷനോ റോൾ ഓവറോ ആണെങ്കിൽ എങ്ങനെയാണ്. മെറ്റീരിയലിലെ പ്രോബ്ലങ്ങളാണ് ചെയ്തത്. ഇത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെടുത്തി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും കൺഫ്യൂസിങ് ആവുന്ന 2 പ്രധാനപ്പെട്ട മെത്തേഡും കൂടെ പഠിക്കാണ്ട്. ഇറ്റ്സ് കോൾഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആൻഡ് ദ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഈ 2 മെത്തേഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.